ഞാനിവിടെ തിരുവനന്തപുരത്ത് പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ്, നിങ്ങൾ പോലീസ് പട്ടാളം വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം ഇവിടെ നിൽക്കില്ല. പിന്നെ കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി മർദ്ദിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട. ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. ഒരു സംശയം വേണ്ട. നോയിക്കോ, നിങ്ങൾക്ക് നാളെ മുതൽ നോയിക്കോ. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. KPCC അധ്യക്ഷന്റെ ഭീഷണിയാണ് പോലീസുകാരെ വ്യക്തിപരമായി മാറ്റിവെച്ച് കണ്ടോളാം എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. പിള്ളാരെ അടിച്ചൊതുക്കി സമരം അവസാനിപ്പിക്കാമെന്ന് കരുതേണ്ട എന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ മറ്റു നേതാക്കളും പറയുന്നത്. ഒരു കാരണവശാലും എന്താ ഇവിടെ നമ്മളെ കുട്ടികൾ ചെയ്തത്? സിന്ദാബാദ് വിളിച്ചതോ, മുദ്രാവാക്യം വിളിച്ചതോ? മുദ്രാവാക്യം വിളിച്ച കുട്ടികളെങ്കിൽ തലക്കടിച്ച് തലകീറി ചോരി ഒലിപ്പിച്ച് കൊല്ലാനാണോ? അങ്ങനെ നിയമമുണ്ട് ഇവിടെ. ഏത് പോലീസിനാണ് അധികാരം? ആ പോലീസുകാർ ഇന്ന് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ നേരിടാൻ തീരുമാനിക്കും. ആ തീരുമാനം അപ്പൊ കാണാം CPM-ന്. ഒരിക്കലും കഴിയില്ല. അതൊരു അഭിവർക്കിയല്ല, 100 അഭിവർക്കി വരും. അത് വേറെ കാര്യം. അതിനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ട് ഇവിടെ. അത് ഓർത്താ മതി. പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് മാറ്റാം. പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം. അല്ലാണ്ട് ലാത്തി അടിച്ച് തലകീറി പെൺകുട്ടികളെ ഷർട്ട് ഡ്രസ് വലിച്ചു കീറി അവരെ നഗ്നത കാണാൻ നിൽക്കലല്ല പോലീസിന്റെ പണി. അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പോലീസിന്റെ ക്വാളിറ്റി ഉള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിൽ? കാട്ടുമൃഗങ്ങളെ പോലെയല്ലേ തല്ലിയത്? ഞങ്ങൾ നിൽക്കും. പാർട്ടി ഏറ്റെടുക്കും ഈ സമരം. ഒരു തർക്കവും വേണ്ട. ഹേമ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഏറ്റവും ആദ്യം പരാതി കൊടുത്തത് അഭിവർക്കിയ. അവര് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തടിക്കുന്നതാണ്. അഭിവർക്കിയാണ് ആദ്യത്തെ പരാതി കൊടുത്തത്. യൂത്ത് കോൺഗ്രസ് സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നതാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അടിച്ചൊതുക്കി സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് കരുതേണ്ട എന്ന് പറയുന്നു. പോലീസുകാരെ, കുട്ടികളെ അടിച്ചൊതുക്കുന്ന പോലീസുകാരെ വ്യക്തിപരമായി കണ്ടോളാം, നാട്ടിൽ കണ്ടോളാം എന്ന ഒരു ഭീഷണി കൂടി KPCC അധ്യക്ഷൻ നൽകുകയാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നടത്തി വന്ന സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുകയാണ്. അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്നു കോൺഗ്രസ്. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് തിരുവനന്തപുരത്തെ മാർച്ച് നടന്നത്. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ സംഘർഷം അരങ്ങേറിയത്. കഴിഞ്ഞ മണിക്കൂറുകളിലായി ഗതാഗതം നിശ്ചലമായി. തിരുവനന്തപുരം നഗരം തന്നെ നിശ്ചലമാകുന്ന തരത്തിൽ അതിശക്തമായ സമരമാണ് കണ്ടത്. പോലീസ് 7 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഒടുവിലാണ് ലാത്തി വീശിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിക്കൊടുവിൽ ലാത്തി വീശി. അതിലാണ് അബിൻവർക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റത്. പോലീസ് വളഞ്ഞിട്ട് തലയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അബിൻവർക്കി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇതുവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല. പോലീസിനെ തങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ച പോലീസിനെ SIയെ മാറ്റാതെ ആശുപത്രിയിലേക്ക് പോകില്ല എന്നതായിരുന്നു നിലപാട്. ഇപ്പോൾ KPCC അധ്യക്ഷൻ എത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഡാൻ കുര്യൻ അവിടെ നിന്ന് ചേരുന്നു. ഡാൻ, പരിക്കേറ്റ പ്രവർത്തകരെ മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ള പ്രവർത്തകർ കൂടിയുണ്ട്, അവരെ കൂടി മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC അധ്യക്ഷൻ എത്തിയാണ് അവരെ അങ്ങോട്ടേക്ക് മാറ്റിയത്. ഇനി പ്രവർത്തകർ പിരിഞ്ഞു പോകുമോ? സ്ഥിതി ശാന്തമാകുമോ? തീർച്ചയായിട്ടും അവർ ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ചിരുന്ന ആവശ്യം പോലീസ് കൃത്യമായി സ്വീകരിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ ഇടപെട്ട് ആരോപണ വിധേയനായിട്ടുള്ള അവർ അകാരണമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞ SIയെ അവിടെ നിന്ന് നേരത്തെ തന്നെ സുരക്ഷിതനായി പോലീസ് വാഹനത്തിൽ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈക്കും
പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ അബിൻ വർക്കിയെ ഇവിടുന്ന് നീക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. തുടർന്ന് അബിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണം ചെയ്തതിനു ശേഷമാണ് സമര കവാടത്തിന് മുമ്പിലെത്തി അദ്ദേഹം പോലീസിനെ വെല്ലുവിളിച്ചത്. ആരെങ്കിലും അകാരണമായി പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമിച്ചാൽ അവരെ തെരുവിൽ കാണും എന്ന് പറഞ്ഞാണ് KPCC അധ്യക്ഷൻ ഇവിടെ നിന്ന് പരിക്കേറ്റ അബിൻ വർക്കിയുമായി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ പരിക്കേറ്റ 1 മണിക്കൂർ പിന്നിട്ടിട്ടും ഇവിടെ നിന്ന് റോഡിൽ നിന്ന് നീങ്ങാൻ അബിൻ വർക്കിയോ പരിക്കേറ്റ മറ്റുള്ളവരോ തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായി അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ തുടരുന്ന ഒരു പശ്ചാത്തലത്തിനിടയിലാണ് പ്രവർത്തകരെ ഇവിടുന്ന് നീക്കുന്നതിന് വേണ്ടി KPCC അധ്യക്ഷൻ തന്റെ സമര കവാടത്തിന് മുൻപിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ സംയമനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് KPCCയുടെ മുതിർന്ന നേതാക്കളടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മറ്റ് മുതിർന്ന നേതാക്കൾ എല്ലാവരും KPCC അധ്യക്ഷനൊപ്പം സമര കവാടത്തിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരും ഇവിടെ നിന്ന് നീക്കി 1.5 മണിക്കൂറിന് ശേഷം ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് പരിക്കേറ്റ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ മടങ്ങുന്നത്. എടുത്തു പറയേണ്ട കാര്യം, നാളെ KPCC നേതൃത്വം നൽകുന്ന സമാനമായ പ്രതിഷേധം ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി നടത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ നേതൃത്വം നൽകുന്ന പ്രതിഷേധം നാളെ ഇതേ സമയത്ത് സമര കവാടത്തിലേക്ക് നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ചാണ് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിലേക്ക് പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി 1 മണിക്കൂർ നേരം പോലീസ് സംയമനത്തോടെയായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമിച്ചത്. സാധാരണയായി കാണുന്നത് പോലെ തുടർച്ചയായി 4 തവണ ജലപീരങ്കി പ്രയോഗിച്ച് അവരെ ഇവിടുന്ന് മാറ്റാനുള്ള നീക്കം നടത്തി. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും സമര കവാടത്തിന് മുൻപിലേക്ക്, ബാരിക്കേഡിന് മുമ്പിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം പോലീസുമായുള്ള വാഗ്വാദവും ഉന്തും തള്ളവും തുടർന്നതിന് പിന്നാലെയാണ് കൃത്യമായി പോലീസ് ഒരു നടപടിയിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായത്. ആ നടപടിയാണ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് ലാത്തിചാർജ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. തുടർന്ന് MG റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു പരിക്കേറ്റ പ്രവർത്തകർ അടക്കം. 108 ആംബുലൻസുകൾ എത്തിച്ചതിന് ശേഷവും പ്രതിഷേധക്കാർ അതിൽ കയറി പരിക്കേറ്റവരെ മാറ്റാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് KPCC അധ്യക്ഷൻ തന്നെ സമര കവാടത്തിലേക്ക് നേരിട്ടെത്തി അബിൻ വർക്കി ഉൾപ്പെടെ പരിക്കേറ്റ് കിടന്ന മുഴുവൻ പേരെയും ആംബുലൻസുകളിലും ഔദ്യോഗിക വാഹനങ്ങളുമായി ആശുപത്രികളിലേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ 1.5 മണിക്കൂർ നീണ്ട സംഘർഷ സാഹചര്യങ്ങൾക്ക് MG റോഡും ഈ സമര കവാടവും മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംഘർഷ